അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നിതിൻ ഗഡ്കരിജിയോടൊപ്പം സംസാരിച്ചു. മലപ്പുറം നടന്ന ഈ ഹൈവേ കൊളാപ്സിനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. ആ കോൺട്രാക്ടറിനെതിരെ ഒരു നിലപടിയും ആക്ഷനും ഒരു എൻക്വയറിയും നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ അദ്ദേഹം ഒരു അർജന്റ് ഒരു കമ്മിറ്റി വെച്ച് അത് നോക്കുന്നുണ്ട്, അതിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുത്ത ഈ വരുന്ന ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ അതിന്റെ ഒരു പെർമനന്റ് ഒരു പരിഹാരം ഉണ്ടാക്കും. അതിനുവേണ്ടി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ 2 ജില്ലാ പ്രസിഡന്റും അവിടെ പോവും. ഈ വരുന്ന ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും. അദ്ദേഹത്തിന്റെ ഒപ്പം ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ടെക്നിക്കൽ ടീമിന്റെ ഒപ്പം ഇരുന്ന് അതിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത്, അവിടെ പാലമാണോ വേറെ എന്താണ് ചെയ്യേണ്ടത്, ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അദ്ദേഹം ഒരു 100% കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതെ, അല്ല അവർ കാണട്ടെ, അവർക്ക് അതല്ലല്ലോ 100% അവരുടെ ഒരു 24/7 അതാണല്ലോ അവരുടെ കാര്യങ്ങൾ. ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഉണ്ടാക്കിയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അടിസ്ഥാന സൗകര്യം എല്ലാം കഴിഞ്ഞ 9 കൊല്ലം ആരാ ചെയ്തത്? നരേന്ദ്രമോദിജിന്റെ സർക്കാർ. ഞാനല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബല്ലേ അസംബ്ലിയിൽ പറഞ്ഞ്. ഇവിടെ ആകെ നടന്നത് ഹൈവേ ആണ്. ഹൈവേ ആരുണ്ടാക്കിയത്? നിതിൻ ഗഡ്കരിജിയും നരേന്ദ്രമോദിജിയും. അപ്പൊ ഒരു കോൺട്രാക്ടർ ചെയ്ത ഒരു തെറ്റ്, അതിന് ഇൻക്വയറി നടക്കുന്നുണ്ട്. അതിന്റെ എന്താണ് പെർമനന്റ് സൊല്യൂഷൻ, അത് നിതിൻ ഗഡ്കരിജി ഇപ്പോ ഇന്ത്യ മൊത്തം അദ്ദേഹം എത്രയോ 1000 കണക്കിൽ കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കിയ ഒരു മിനിസ്റ്റർ അല്ലേ. അപ്പോൾ ഇത് ഒരു തകരാറ്, ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എൻക്വയറി നടക്കും. അത് കോൺട്രാക്ടർ അതിന്റെ കോൺസിക്വൻസസ് ഇത് ഫേസ് ചെയ്യും. പക്ഷെ അതൊരു കാര്യം. മറ്റേ കാര്യം അവിടെ നടക്കാൻ പോകുന്നത് ഒരു പെർമനന്റ് പരിഹാരം എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് നാഷണൽ ഹൈവേ അതോറിറ്റി അത് വേഗം തീരുമാനിക്കും, അത് പറയും. അല്ല, അത് അവർ എൻക്വയറി നടക്കട്ടെ. അത് അങ്ങനെ അല്ലിപ്പോ നമ്മുടെ നാട്ടില് ബിൽഡിംഗ് കൊളാപ്സും ഉണ്ടാവും, ബ്രിഡ്ജ് കൊളാപ്സും ഉണ്ടാവും. അതിന്റെ ഒരു എൻക്വയറി നടക്കട്ടെ. ഇതുവരെ എത്രയോ കിലോമീറ്റർ നാഷണൽ ഹൈവേ നമ്മുടെ സംസ്ഥാന നാട്ടിൽ നടന്നിട്ടുണ്ട്, മൊത്തം ഇന്ത്യയിലും ഉണ്ടാക്കിയിട്ടില്ലേ. ഇതൊരു ആദ്യത്തെ ഒരു എക്സാമ്പിൾ അല്ല. അതൊരു സ്വാംപി ലാൻഡാണ്, സോഫ്റ്റ് ലാൻഡാണ്. സ്ട്രക്ചറൽ ഡിസൈൻ അത് കോൺട്രാക്ടർ ശരിക്കും ചെയ്തില്ലയോ, അത് എൻക്വയറി നടക്കട്ടെ. ആരും നോക്കൂ, തെറ്റ് ചെയ്ത കോൺട്രാക്ടർ ആണെങ്കിൽ അയാൾക്ക് അതിന്റെ ഒരു നടപടി നടക്കും. അതിൽ ഒരു ഡൗട്ട് ആർക്കും ഉണ്ടാവാൻ പാടില്ല. അല്ല, എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. ഞാനിപ്പോ ഇത് കേട്ട ഉടനെ ജില്ലാ പ്രസിഡന്റ് എന്നോട് വിളിച്ച ഉടനെ ഞാൻ നിതിൻ ഗഡ്കരിജിയോട് സംസാരിച്ചു. നിതിൻ ഗഡ്കരിജി ഭയങ്കര നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു എൻക്വയറി നടക്കാൻ പോകുന്നുണ്ട്, കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ അത് ഒരു കാര്യം, അതിന് അവിടുത്തെ ഒരു പെർമനന്റ് സൊല്യൂഷൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് അർജന്റലി അത് എക്സാമിൻ ചെയ്യുന്നുണ്ട്. എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുമുണ്ട്. ഞാൻ അവിടെ പോവുകയും ചെയ്യും. അല്ല, അപ്പൊ അത് നമ്മൾ ലാൻഡ് സ്ലൈഡ് ഇത് നോക്കൂ. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ, അതിൽ എൻവയറമെന്റൽ അത് എത്രയോ കാര്യങ്ങൾ. ഇപ്പൊ വയനാട് എന്തായിരുന്നു കാരണം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് എൻക്രോച്ച്മെന്റ് ആണോ, അൺറെഗുലേറ്റഡ് കൺസ്ട്രക്ഷൻ ആണോ? അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. അല്ല, അത് ഡിസൈൻ ആണെങ്കിൽ കോൺട്രാക്ടറിന് അഗേൻസ്റ്റ് നടപടി എടുക്കും. നോക്കൂ, ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ ഓഫീസറല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതിങ്ങനെ നടന്നിട്ടുണ്ട്. അതിന് ഏറ്റവും സ്പീഡിൽ അതിനൊരു പരിഹാരം നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യണം. അത് ചെയ്യുമെന്ന് നിതിൻ ഗഡ്കരിജി എന്നെ ഉറപ്പ് തന്നിട്ടുണ്ട്.
അല്ല അല്ല അവര് ഞാൻ പറഞ്ഞില്ലേ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ചെറിയൊരു കമ്പനി ഒന്നുമല്ല. ഇന്ത്യ മൊത്തം എത്രയോ കാര്യങ്ങളും എത്രയോ പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവർക്ക് സിസ്റ്റമും പ്രോസസ്സും ഉണ്ട്. അതിൽ എൻക്വയറി നടക്കും. അത് നിതിൻ ഗഡ്കരിജി പറഞ്ഞല്ലേ, എൻക്വയറി നടക്കും.